കേരളത്തിൻ്റെ ചരിത്രവുമായി അടുത്ത ബന്ധമുള്ള കോട്ടകളിലൊന്ന് നമുക്കിന്ന് പരിചയപ്പെടാം. ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് കോട്ട കേരളത്തിലെ ഏറ്റവും മികച്ച സംരക്ഷിത കോട്ടകളിലൊന്നാണ്. ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഹൈദരാലി പണികഴിപ്പിച്ച ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നന്നായി പരിപാലിക്കുന്നു. ചതുരാകൃതിയിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മഹത്തായ കോട്ടയ്ക്ക് 4 വശങ്ങളിലും വലിയ മതിലുകളും കൊത്തളങ്ങളുമുണ്ട്. കോട്ടയുടെ പ്രവേശന കവാടത്തിലേക്ക് ഒരു പാലമുണ്ട്. ഇത് നേരത്തെ ഒരു താൽക്കാലിക ഡ്രോബ്രിഡ്ജ് ആയിരുന്നു. കോട്ട സമുച്ചയത്തിനുള്ളിൽ ഹനുമാൻ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട്. നിരവധി കലാകാരന്മാർ ഇവിടെ വന്ന് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന നിരവധി യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പ്രതീകങ്ങളിലൊന്നാണ് പാലക്കാടൻ കോട്ടയുടെ മഹത്തായ ഘടന. കോട്ടയുടെ മധ്യഭാഗത്തുള്ള ഒരു വലിയ മൈതാനം ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന ആടുമാടുകളുടെ തൊഴുത്തായി ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഈ ഗ്രൗണ്ട് ക്രിക്കറ്റ് പോലുള്ള കായിക പ്രവർത്തനങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും മറ്റു പരിപാടികൾക്കും ഉപയോഗിക്കുന്നു. കോട്ടയുടെ ഒരു വശത്ത് കുട്ടികളുടെ പാർക്കുമുണ്ട്. അതിനാൽ കോട്ടയുടെ വാസ്തുവിദ്യയും ഈ പ്രദേശത്തിൻ്റെ ചരിത്രവും പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കുടുംബയാത്രയ്ക്ക് പറ്റിയ ഒരു സ്ഥലമാണിത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ് പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് എത്തിയാൽ ടാക്സിയിലോ ഓട്ടോയിലോ കോട്ടയിൽ എത്തിച്ചേരാൻ സാധിക്കും.